നമ്മളൊക്കെ പലപ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഇതിനാണ് ഇനി ഫ്യൂച്ചറിൽ സ്കോപ്പ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഹൈ സാലറിയുള്ള ജോബുകൾ കിട്ടും. മാത്രമല്ല പല ജോലികളിലും ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോഴും പലരുടെയും മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസോ ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഇന്നിപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഫീസ് വാങ്ങിയിട്ട് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയുള്ള ഒരു യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു അവസരമുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. ആ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. CS50 എന്നാണ് ഇതിന് പറയാറുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ CS50 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് CS50 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതിൽ കുറേ സജഷൻസ് വരും. CS50 ഹാർവാർഡ് എന്നുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്, അതുപോലെ അതിൻ്റെ എഡെക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് CS50 എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, CS50 കമ്പ്യൂട്ടർ സയൻസ് കോഴ്സസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഡെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വെബ്സൈറ്റ് കാണിക്കും. അതിൻ്റെ താഴെ ഉണ്ടാവും CS50 ഇൻട്രോഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് കാണിക്കും. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിലുള്ള ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ എന്താണ് കോഴ്സിൻ്റെ പർപ്പസ് എന്താണ്, ആരൊക്കെയാണ് അതിൽ ക്ലാസ്സുകൾ എടുക്കുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എത്ര ടൈമാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ടൈം എന്നുള്ളതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും. അതിൽ ഇന്ന ഡേറ്റിനുള്ളിൽ തന്നെ തീർക്കണം എന്നൊന്നുമില്ല. പക്ഷെ അതിന് അവരൊരു നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിനകത്ത് തീർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഒരുപാട് കാലം നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ. പക്ഷേ നിങ്ങളുടെ പേസിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല ഇതിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾ ക്ലാസ് പറഞ്ഞു തരിക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ അപ്രോച്ചിലും കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു സിനിമ കാണുന്ന പോലെയൊക്കെയാണ് പല വീഡിയോസും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു ക്ലാസ് കേട്ട് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ലൈവ് ആയിക്കൊണ്ട് ഒരു മൂവി കാണുന്ന പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രാച്ച് പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പൈത്തൺ, SQL അങ്ങനെയുള്ള ഒരു ബേസിക്കലി അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കൂടി കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ കണ്ട എഡെക്സിൽ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സുകളിലോട്ട് എത്തും. അല്ലെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഈ ലേൺ മോറിലോ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന എഡെക്സിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലായിട്ടാണ്. എഡെക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് അവരുടെ ക്ലാസ്സുകളും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ എൻറോൾഡ് ഗോ ടു കോഴ്സസ്. ഞാൻ ഓൾറെഡി കോഴ്സിൽ എൻറോൾ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ ഫ്രം സ്ക്രാച്ച് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടും എൻറോൾ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾ, അതിൻ്റെ തന്നെ ഓരോരോ സെഷൻസ് ആയിട്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതിൽ വെറുതെ ഒരുപാട് ക്ലാസ്സുകൾ മാത്രമല്ല, അതിൻ്റെ ഭാഗമായുള്ള ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് തന്നെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട്. സോ ഇത് ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. വീക്ക് 0, വീക്ക് 1, വീക്ക് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾ കോഴ്സുകൾ താഴോട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ കാണാനും അല്ലെങ്കിൽ ഇതിൽ പഠിക്കാനൊന്നും എന്ത് ചെയ്യേണ്ട, ഒരു രൂപ പോലും കൊടുക്കേണ്ട. ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പേയ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പെർസ്യൂ വെരിഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ഫോർ ഡോളറിലാണ് കൊടുത്തിട്ടുള്ളത്. 186.15 എന്ന് പറയുന്ന ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. മേ ബി അത് ചേഞ്ച് ചെയ്യാം. ബട്ട് എനിവേ സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ബാക്കിയും വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടവർക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ കൂടി ഉണ്ട്. ഇനി കൂടാതെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. അതും കൂടെ നിങ്ങൾക്ക് നോക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. CS50 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ കിട്ടും. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് അത് അവർ പ്ലേലിസ്റ്റ് ആയിട്ടും മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റികൾ, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
മുന്നേ തന്നെ ഞാൻ തന്നെ പല വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇനി എങ്ങനെ ഇത് പഠിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ക്യാഷ് കൊടുത്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സമയം എപ്പോഴൊക്കെയാണോ ഫ്രീ ഉള്ളത് ആ സമയങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കാം, ഇങ്ങനെയുള്ള കൺസേൺസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിക്കൊണ്ട് അവൈലബിൾ ആണ്. നമുക്കത് പഠിക്കാനും കാണാനും അല്ലെങ്കിൽ അതിൽ എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽസിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജികളോട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് CS50 പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിലോട്ടുള്ള ഒരു ബേസിക് ഗൈഡാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. ഇത്തരത്തിലുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.